കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ഗു എന്നാൽ അന്ധകാരമെന്നും രു എന്നാൽ അതിനെ നിരോധിക്കുന്നത് എന്നാണ് അർത്ഥം. അതിനാൽ അന്ധകാരത്തെ, അജ്ഞാനത്തെ നിരോധിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഗുരു എന്ന ശബ്ദം പറയപ്പെടുന്നു. ദ്വാപരയുഗത്തിൻ്റെ അവസാനം മഹാവിഷ്ണു വ്യാസമുനിയായിട്ട് അവതരിച്ച് വേദത്തെ വിഭജിച്ചതായാണ് ഐതിഹ്യം പറയുന്നത്. ആദ്യ വേദം 4 പാദങ്ങളുള്ളതും 100,000 ഗ്രന്ഥങ്ങളുള്ളതുമായിരുന്നു. അതിനെ വ്യാസൻ ഋഗ്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അഥർവവേദമെന്നും 4ആയി വ്യസിച്ചു അഥവാ വിഭജിച്ചു. ദ്വാപരയുഗത്തിൽ കൃഷ്ണദ്വൈപായനൻ എന്ന പേരിൽ പിറന്ന മുനി ഇപ്രകാരം ചെയ്തതുകൊണ്ടാണ് വേദവ്യാസനായി അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഭാരതത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിൻ്റെ കർത്താവാണ്. 18 പർവ്വത്തിൽ 2000-ലധികം അധ്യായങ്ങളുള്ള 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള വ്യാസമഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വാസം. വ്യാസൻ എന്നാൽ വ്യസിക്കുന്നവൻ, പകുക്കുന്നവൻ, വിഭജിക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം. ഓരോ ദ്വാപരയുഗത്തിലും വേദത്തെ 4ആയി വിഭജിച്ച് 28 വ്യാസന്മാർ കഴിഞ്ഞു പോയതായി പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം ഇന്ന് വ്യാസപൂർണിമയാണ്. ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് മഹാഗുരു ആയ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് നമുക്ക് യാത്ര തിരിക്കാം. ആദ്യം തന്നെ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന്, കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ പ്രദക്ഷിണം ചെയ്ത് നമുക്ക് യാത്ര തുടങ്ങാം. അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കാം. അത്തിമര ഗണപതിയെ കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൂടെ വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഭഗവാൻ ഏത് രൂപത്തിലാണ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് വാതിൽപ്പടി കയറാനായി നോക്കുമ്പോൾ ആദ്യം തന്നെ ആ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ തൊഴുത് നമ്മളിങ്ങനെ പോരുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. നാരായണീയൻ രചിച്ച പീഠം കാണാം. വലത് വശത്തുള്ള ആദ്യത്തെ തൂണും നോക്കാം. അങ്ങനെയൊക്കെ സ്മരിച്ച് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ആ വെള്ളി വെളിച്ചത്തിൻ്റെയും സ്വർണ്ണ വെളിച്ചത്തിൻ്റെയും, അതായത് സ്വർണ്ണ വിളക്കും വെള്ളി വിളക്കിലും നെയ്ദീപം അങ്ങനെ ആയി കാണുന്ന കാഴ്ച, അങ്ങനെ അതൊരു മനോഹരമായ കാഴ്ചയാണെന്ന് എന്താ പറയുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല നല്ല കാഴ്ചകളാണ് കാണുന്നത്. ഇന്നലെ അനന്തശയനായിരുന്നു. ഇന്നും നമുക്ക് കാണാനുണ്ട് അനന്തൻ്റെ പാമ്പിൻ്റെ പുറത്തൊരു 3 വരിയുള്ള പാമ്പ് ഇങ്ങനെ ചുരുട്ടി കിടക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സ്വരൂപത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇടത്തെ കാല് താഴ്ത്തിയിട്ടുണ്ട്, കാൽവളകൾ കാണാണ്ട്. ഒരു വലത്തെ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് പാമ്പിൻ്റെ പുറത്ത്. അങ്ങനെ നോക്കി വരുമ്പോൾ ചതുർബാഹുവായിട്ടിരിക്കുന്നു. 2 കൈയിൽ ശംഖും ചക്രവും കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ 2 കൈ കൊണ്ടും കൂടി ഒരു കുട്ടീനെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സന്താനഗോപാലാണെന്ന് തോന്നുന്നു കേട്ടോ. സന്താനഗോപാലാണ്. പൂർണ്ണത്രയേശനായിട്ടാണ് ഇന്നത്തെ ആ ഒരു കാഴ്ച. എന്താ ഒരു കൗതുകം! വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. എന്ത് രസമാണ് കാണുമ്പോൾ. പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നമ്മളെ നോക്കുക, ആ ഉണ്ണീനെ മടിയിൽ വെച്ചിട്ടേ എന്തൊരു രസം. ആയി ചതുർബാഹുവായ വിഗ്രഹം ഇങ്ങനെ കാണുന്ന പോലെയാണ് കാണുന്നത്. ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചർച്ചിതമായിട്ട് ആ മുഖമൊക്കെ ഇങ്ങനെ മുഖപത്മം ഇങ്ങനെ കാണണം. എന്ത് രസമാണെന്നറിയോ. പുഞ്ചിരി ഇങ്ങനെ നിറഞ്ഞ് കളിയാടി കൊണ്ടിരിക്കുന്ന പോലെ തന്നെ. അത് നമുക്ക് നേരെ വേറിട്ട് കാണാനുണ്ടത്, ആ മുഖത്തെ ആ ഒരു ഭാവം. ആ കുട്ടീനെ എടുത്ത് താലോലിക്കുമ്പോൾ അമ്മമാരുടെയൊക്കെ ആ ഉള്ളിലുള്ള ആ ഒരു വികാരം പുറത്തേക്ക് വരുമല്ലോ, വളരെ സന്തോഷത്തിലിങ്ങനെ. ആ ഒരു സന്തോഷത്തിലാണ്. സന്താനഗോപാലനായിട്ടാണെന്ന്, ആ പൂർണ്ണത്രയേശനായിട്ടാണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ അരമണി ഇങ്ങനെ കാണാണ്ട്
അതേപോലെ ചുവന്ന പട്ടിങ്ങനെ എടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മുല്ല മുട്ടുമാല കാണാണ്ട്, വളയം പോലത്തെ മാല കാണാണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മുഖത്തിൻ്റെ ശംഖും ചക്രമൊക്കെ കൊടുത്തുന്നത് ചന്ദനം കൊണ്ടാണ്. അതേപോലെ മുകളിൽ നോക്കുമ്പോൾ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. കിരീടം ചാർത്തിയുള്ളത് ചന്ദനം കൊണ്ട് തന്നെയാണ്. മുകളിൽ അനന്തൻ്റെ 5 തല ഇങ്ങനെ കാണാണ്ട്, 5 തല ഇങ്ങനെ ചാർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഇരിക്കുകയാണ് ഭഗവാൻ ഇരിക്കണു. ചന്ദനം കൊണ്ടുള്ള ചാർത്തുള്ള ആ അനന്തൻ്റെ തലകൾ കാണാണ്ട്. മഴയായാലും വെയിലായാലും ഒന്നും കൊള്ളില്ല. ഒക്കെ സുരക്ഷിതമായിട്ടുള്ള ഭഗവാനെ സംരക്ഷിച്ച് നിർത്തുന്ന അനന്തൻ്റെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ നോക്കുമ്പോൾ കാതിൽ ചെവിപ്പൂക്കളുണ്ട്. ആ ചെവിയുടെ ഭാഗത്ത് 2 എന്താ പറയുക, ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഗോപി തിലകം നെറ്റിയിലും ചാർത്തിയിട്ടുണ്ട്. അതേമാതിരി തിരുമുടിമാല 2 ഉണ്ട്. 2 തിരുമുടിമാലയാണ് വെച്ചിട്ടുള്ളത്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത് തന്നെ അതേപോലെ തന്നെയാണ്. അതേപോലെ ഒരു ഉണ്ടമാലയുള്ളത് വെളുത്ത പൂവും തെച്ചിയും കുറേ ഇടവിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തുളസി. അങ്ങനെ നല്ല രസമായിട്ടുള്ള ആ കൈവളകൾ 4 കൈവളകളും കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ചതുർബാഹുവായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സന്താന ഗോപാലമൂർത്തിയായിട്ട് അങ്ങനെ കാണുന്ന ആ ഒരു കാഴ്ച ശ്രീലകത്ത് എങ്ങനെ പറയുക, അത്രയ്ക്ക് മനോഹരം. കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല കാഴ്ചകൾ തന്നെയാണ്. ഭക്തൻ്റെ ഭഗവാന്റെയും ഭക്തൻ്റെയും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ബ്രാഹ്മണൻ്റെ കുട്ടികളെ വീണ്ടെടുത്ത് കൊടുക്കുമ്പോൾ അതിലത്തെ ഒരു കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുട്ടീനെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കുന്ന ആ ഒരു അതിലാണ് സന്താന ഗോപാലൻ മൂർത്തിയായിട്ട് പൂർണ്ണത്രയീശനായിട്ടാണ് ആ ഒരു കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ എത്തി നിൽക്കുകയാണ്. അവിടെ നിന്നിങ്ങനെ എത്ര മാറ്റിയാലും മാറാൻ തോന്നില്ല എന്നുള്ള പോലെ, എത്ര കണ്ടാലും മതി വരാത്ത ആ ഒരു ഭാവത്തോടു കൂടി നമ്മളും നിൽക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ആ സന്താന ബാല ആ മൂർത്തിയെ കാണുന്നു. പൂർണ്ണത്രയീശനെ കണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. കാരണം അത്രയ്ക്കും മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രകൃതത്തിലാണ് ഭഗവാൻ ഇന്ന് ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കി തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. എല്ലാ വിഷമങ്ങളും അവിടെ പറയുക. അതിനൊക്കെ പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ കാണിച്ചു തരും. അങ്ങനെ നമ്മൾ തൊഴുത് പൂർണ്ണത്രയീശനെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി ആദ്യം കാണുന്ന ആ ബലിക്കല്ല്, അഗ്നി കൊണ്ടുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. അതിനുശേഷം തിരിച്ചിങ്ങനെ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വേഗം അങ്ങനെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശൻ്റെ അവിടെ ഇങ്ങനെ കുമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ആയി കിരീടമൊക്കെ ആയിട്ട് ഇങ്ങനെ വരണു. കാര്യമായിട്ടുള്ള ഇതൊക്കെ ആയി കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അവിടെ 2 മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഫോട്ടോൻ്റെ മുകളിൽ കടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് കണ്ട് തൊഴുത് കോർണറിലെത്തുമ്പോൾ മായാദേവീനെയും ചെറിയ ഗണേശനെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ട് ഇങ്ങനെ വന്ന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തി തന്നെയാണ് കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ആ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവും ഒക്കെ കണ്ട് തൊഴുത് പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം മാലകളുണ്ട്. തുളസിപ്പൂവിൻ്റെ മാലകൾ ധാരാളം മുകളിലുണ്ട്. അതേപോലെ താമരമാല ഉണ്ട്. നല്ല ഒരു
കാഴ്ചയാണ് കാണാനുള്ളത്. അപ്പോൾ അനന്തൻ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ആനന്ദം തന്നെയാണ് ആ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. വളരെ മനോഹരം. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായി വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് ആ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് വരാം. പിന്നീട് ഹനുമാൻ സ്വാമിൻ്റെ അവിടെ എത്തുമ്പോൾ കുറച്ച് കുങ്കുമം കൊണ്ട് ഒരു വെറ്റില മാലയുണ്ട് കേട്ടോ, ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടിട്ട് നമ്മളവിടെ തൊഴുത് നേരെ വരുമ്പോൾ വസുദേവരെയും അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ നേരെ വന്ന് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറി നിന്നാൽ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ വന്ന് കിഴക്കേ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് മണിക്കിണറും അതുപോലെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് വരാം. വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി തൊട്ട് ഇനി ഇടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടേക്ക് ചെല്ലുമ്പോഴൊക്കെ തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഭഗവതീനെ കാണുക. ഭഗവതിയുടെ അടുത്ത് വരുമ്പോഴും ഇതേപോലെ ഗോളകയൊക്കെ ഇറക്കിയിട്ടാണെന്ന് അങ്ങനെ നല്ല ഇതായിട്ട് ഇങ്ങനെ ഉണ്ട്. നിറയെ പൂക്കൾ, അർച്ചന പൂക്കളുണ്ട്, ചുവന്ന പൂക്കൾ പ്രാധാന്യമായിട്ടുണ്ട്, താമരപ്പൂവുണ്ട്, ഒക്കെ നന്നായിട്ടിങ്ങനെ അലങ്കാരമായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ട് തൊഴാട്ടോ. ഭഗവതീനെ കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അവിടെ തൊഴുത് അമ്മയെ തൊഴുത് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കോർണറിലെത്തിയാൽ നേരെ മമ്മിയൂരപ്പനെ തൊഴുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. അതിനുശേഷം നമ്മളിങ്ങനെ നേരെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ആ പൂർണ്ണത്രയേശിനെ, ഭഗവാന്റെ ശ്രീകോവിലുള്ള പൂർണ്ണത്രയേശിനെ, സന്താനഗോപാല മൂർത്തിയെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമസ്കരിച്ച് അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ ആ കിടാവിളക്ക് കത്തി നിൽക്കണം, അവിടെയും പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് വെളുത്ത പാവുണ്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരയിൽ കറുത്ത അതുണ്ട്, അത് നീല കളറുള്ളത്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, ചന്ദനം ഇങ്ങനെ മുഖമൊക്കെ പൂശി വരികയാണ്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിച്ച് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. അങ്ങനെ കുറച്ചും കൂടി പുറകോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് നമുക്ക് ആ കുളം, അതായത് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ആ നടുക്കിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ ആ ശില്പം കാണാം, അത് കണ്ട് തൊഴാം. പിന്നെ നേരെ വന്ന് നാരായണാലയത്തിൽ വരുമ്പോൾ ധാരാളം ഭക്തർ ഭജനയ്ക്കിന് കാണാം, ചെല്ലണ കാണാം. അവിടുന്ന് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം ഇവിടുന്ന് കയറുന്ന ഭാഗത്ത് തന്നെ കാണാം, അത് കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഭഗവതി നടയിൽ വന്ന് തൊഴാം. പിന്നെ കിഴക്കേ നടയിലുള്ള ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ
ആ പ്രകാശധാര നമ്മളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ പൂർണ്ണത്രയേശനെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വലം വയ്ക്കാനായിട്ട് പോവാം. അവിടെ ചെന്ന് വലം വയ്ക്കുമ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുക, ശ്രീ പാർവതി ദേവീനെയും പ്രാർത്ഥിച്ച് വലം വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എന്തായാലും തീർച്ചയായും ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിലുള്ള ഈ ഗുരുവായൂർ ഓൺലൈനിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ. അതുപോലെ തന്നെ ഇന്ദിരാദേവിയുടെ കാൽവേദന മാറാൻ വേണ്ടിയിട്ടാണ്, ശൈലജയുടെ മകൻ്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ട്, സിദ്ധാർത്ഥ് മൂലം പഠനം, അതായത് ഓർമ്മക്കുറവാണ് ആ കുട്ടിക്ക് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ശരൺ ഭരണിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആര്യരാഗി വയറ്റിലെ അസുഖം മാറാനായിട്ടാണ്. അപ്പോൾ അവർക്കും എല്ലാവർക്കും, അതേപോലെ എഴുതിയവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മളവിടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായും കിട്ടും. ഇനിയൊരു ചെറിയ കഥ കൂടി ഇന്ന് പറയാൻ പോകുന്നത് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ മഹിമയാണ്. ഒരു ദിവസം മഹാത്മാവായ നാരദ മഹർഷി ബ്രഹ്മാവിനെ നേരിൽ സമീപിച്ചു. തൻ്റെ സന്തത സഹചാരിയായ വീണയുടെ തന്ത്രികളിൽ വിരലോടിച്ചിട്ട് ബ്രഹ്മാവിനെ സ്തുതിച്ചു. വീണ് നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് ചോദിച്ചു, പ്രഭോ, കാലങ്ങളിൽ വെച്ച് കലികാലം നമുക്ക് കഷ്ടകാലം തന്നെ. ഭക്തിഹീനനായ മനുഷ്യരും ദുരാചാരികളാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നത്. കലിബാധ ഭൂലോകത്തെ ദുരിതലോകമാക്കുന്നു. ഭൂലോകത്തോടു കൂടി സഞ്ചരിക്കവേ എനിക്ക് എങ്ങനെയാണ് കലിബാധയിൽ നിന്ന് മോചനം നേടാനാകുന്നത്? ബ്രഹ്മാവ് ഇത് കേട്ട് തൻ്റെ സിംഹാസനമായ താമരയിൽ നിന്നും താഴെ ഇറങ്ങി നാരദൻ്റെ സമീപത്തെത്തി പ്രസന്നചിത്തനായിട്ട് പറഞ്ഞു, വത്സ, കലിബാധയെക്കുറിച്ച് നിനക്കും ആകുലതയുണ്ടോ? ശരിക്കും ഞാൻ ഭയന്നിരിക്കുകയാണ്. ഭൂലോക സഞ്ചാരം ഇനി വേണ്ടെന്ന് നിശ്ചയിക്കേണ്ടി വരും. അത്രയ്ക്കും വിഷമാ. എങ്കിലും കലി ഇവിടെയും ബാധിക്കാതിരിക്കണമല്ലോ. നാരദ, നിന്നെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളും പരാതികളുമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ നീ ഇന്ന് ചോദിച്ച ചോദ്യം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കലിദോഷ പരിഹാരത്തിന് ഒരു ഏക മാർഗമുണ്ട് പ്രഭോ. എന്താണത്? ഭഗവാൻ ആദിനാരായണൻ്റെ പവിത്രമായ മന്ത്രോച്ചാരണമാണ് കലിദോഷനാശത്തിന് ഉത്തമമായ ഔഷധവും ഏക ഉപായവും. ബ്രഹ്മാവിൻ്റെ ഉപദേശം കേട്ട് നാരദൻ്റെ നെറ്റി ചുളഞ്ഞു. ഭഗവാൻ ആദിനാരായണന് അനേകായിരം നാമങ്ങളുണ്ടല്ലോ. എല്ലാ ഈശ്വരനാമങ്ങളും പവിത്രങ്ങളാണ്. ഭക്തജനങ്ങളുടെ നാവിൽ അവയെല്ലാം ദിവ്യമന്ത്രങ്ങളുമാണ്. അതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്ന പ്രത്യേക നാമം ഏതെന്ന് പറഞ്ഞു തന്നാലും. സർവ്വവേദമന്ത്രങ്ങളുടെയും നിഗൂഢമായ രഹസ്യം നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം, കേട്ടാലും. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ എന്നുള്ളതാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബ്രഹ്മാവ് ഭക്തിപൂർവ്വം ഉറക്കെ നാമം ചൊല്ലി. അത് കേട്ട് നാരദമുനി തൻ്റെ വീണ മീട്ടി ആ നാമം ഏറ്റുപാടി. പിന്നീട് ബ്രഹ്മാവ് വിശദീകരിച്ചു, 16 നാമങ്ങളാണ് ഈ വരികളിലുള്ളത്. കലി കന്മഷത്തെ നശിപ്പിക്കാൻ ഇതിലും മെച്ചമായ മാർഗം വേദശാസ്ത്രാദികളിൽ പോലും കാണുന്നില്ല. ഈ നാമത്തിൻ്റെ സഹായത്താൽ ഷോഡശാകാല സമ്പന്നനായ ജീവൻ്റെ ആവരണം വിച്ഛേദിക്കപ്പെടുന്നു. മഴമേഘങ്ങളുടെ മറവ് മാറിയാൽ സൂര്യൻ അധികം പ്രകാശത്തോടു കൂടി ശോഭിക്കും. അതുപോലെ ഈ നാമത്തിൻ്റെ സങ്കീർത്തനത്തിലൂടെ പരബ്രഹ്മത്തിലെത്തി യഥാർത്ഥ സ്വരൂപം പ്രകാശിക്കും. അപ്പോൾ നാരദമുനിക്ക് ചില സംശയങ്ങൾ തോന്നി. പ്രഭോ, ഈ നാമം ജപിക്കുന്നതിന് എന്താണ് വിധിയെന്നുകൂടി പറഞ്ഞാലും. ഇതിന് വിശേഷിച്ച് വിധിയൊന്നുമില്ല. പരിശുദ്ധമായോ അശുദ്ധമോ ആയ ഏതവസ്ഥയിലും ഈ നാമം ജപിക്കാം. ഈ നാമം ജപിക്കുന്ന വഴി കലിദോഷം നശിക്കുന്നു. മാത്രമല്ല, ജപിക്കുന്നവന് സൗലോകവും സാമീപ്യവും സാരൂപ്യം സായുജ്യം എന്നീ 4 വിധത്തിലുള്ള മുക്തിയും ലഭിക്കുന്നു. ഈ നാമമന്ത്രം 3.5 കോടി ജപിച്ചാൽ അവൻ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്നും നിവൃത്തനായി തീരും. മനുഷ്യൻ, ദേവന്മാർ, പിതൃക്കൾ എന്നിവരോടെല്ലാം ചെയ്തിട്ടുള്ള പാപങ്ങൾ നശിക്കും. എല്ലാവിധ പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അതിവേഗം നിവൃത്തനാകാൻ ഈ മഹാനാമമന്ത്രം മാത്രം ജപിച്ചാൽ മതി. ഇതിന് മാറ്റമില്ല. ബ്രഹ്മദേവൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ നാരദമുനിക്ക് ആശ്വാസമായി. അദ്ദേഹം
ബ്രഹ്മദേവനെ താണു വണങ്ങിയിട്ട് വീണ മീട്ടി ഭാഗവത് നാമം പാടിക്കൊണ്ട് ആകാശമാർഗേന യാത്ര തുടർന്നു. അപ്പോൾ ഏറ്റവും ശക്തമായ ആ ഒരു നാമമാണ് ഹരേ രാമ എന്നുള്ളത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലികന്മഷത്തെ നശിപ്പിക്കാനായിട്ടുള്ള ഈ 16 നാമങ്ങളും ഇതിൻ്റെ മെച്ചമായ മറ്റൊരു മാർഗം വേദശാസ്ത്രാദികളിൽ പോലും കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ ഏറ്റവും വലിയ ആ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഗുരു വന്ദിത ദിനത്തിൽ എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകളോടൊപ്പം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടി ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.